ഞാൻ പറഞ്ഞിങ്ങനെ എൻ്റെ പഠിത്തവും ഇതുമായിട്ട് ബന്ധമില്ല. ഐ സ്പെൻഡ് 2 hours there. പക്ഷേ അതിന് ഇവിടെ 8 മണിക്കൂറല്ല ഞാൻ വർക്ക് ചെയ്യുന്നത്. ഐ വർക്ക് 18 hours or 24 hours എക്സെട്ര. ആ പുള്ളി എൻ്റെ അടുത്ത് ഒരിക്കൽ ചോദിച്ചു, വിച്ച് കൺട്രി യു ആർ കമ്മിങ് ഫ്രം? ഞാൻ പറഞ്ഞു ഇന്ത്യ. ആൻഡ് ഹി സെഡ് യു വോണ്ട് അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ അത് എൻ്റെ മനസ്സിൽ ഒരു വലിയ ഒരു വേദന. അന്ന് നമ്മളൊരു സ്പേസ് പവർ ആവരുത് എന്ന് ആരൊക്കെയോ ആഗ്രഹിച്ച പോലെ സാറിന് തോന്നിയിട്ടുണ്ടോ? ഷുവറായിട്ടും അതല്ലേ ഇതിൻ്റെ കോൺസ്പിറസിയുടെ ബാക്കിൽ വരുന്നത്. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദാറ്റ് കൈൻഡ് ഓഫ് എ വാർ, ഇൻസ്റ്റെഡ് ഓഫ് വാർ, ദാറ്റ് കൈൻഡ് ഓഫ് എ കോമ്പറ്റീഷൻ, then you should have a higher payload carrying capability. അത് നമ്മുടെ കയ്യിൽ ഇല്ല. $50 കോടി ബോക്സ് ഓഫീസിൽ കളക്ട് ചെയ്ത റോക്കറ്ററി എന്ന് പറയുന്ന ഫിലിം ഒരു ശാസ്ത്രജ്ഞൻ്റെ 25 വർഷത്തെ നിയമ പോരാട്ടങ്ങളുടെയും ആ 25 വർഷത്തെ പോരാട്ടങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി നടത്തിയ അനവധി പരീക്ഷണങ്ങളുടെയും കഥ പറഞ്ഞ ഒരു യഥാർത്ഥ സൈ-ഫൈ സിനിമ. ആ സിനിമയ്ക്ക് കാരണക്കാരനായിട്ടുള്ളയാൾ സാക്ഷാൽ നമ്പി നാരായണൻ സാറാണ് ക്ലബ് സ്റ്റുഡിയോയിൽ എൻ്റെ കൂടെ. സാർ നമസ്കാരം. നമസ്കാരം. സത്യത്തിൽ ഈ സിനിമ വരുന്നതിന് മുമ്പ് എല്ലാവരും സാറിൻ്റെ പേര് കേൾക്കുമ്പോൾ ഫസ്റ്റ്, ഇപ്പം ഞാൻ ആ കേസ് നടക്കുന്ന സമയത്ത് ഞാൻ ജനിച്ചിട്ട് പോലുമില്ല. അപ്പം ഞാനൊക്കെ വളരുന്ന സമയത്ത് ഗൂഗിളിൽ പോലും നമ്പി നാരായണൻ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ISRO സ്പൈസ് കേസ് അല്ലെങ്കിൽ ISRO സ്പൈസ് സ്കാൻഡൽ എന്നൊക്കെയാണ് വരിക. പക്ഷെ അതല്ല സാറ് പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റി പോലെ അത്രയും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പോയി പഠിച്ച ആളാണ്. അപ്പോൾ ആ പ്രിൻസ്റ്റണിലേക്ക് എത്തിയ കഥയിൽ നമുക്ക് തുടങ്ങാം. നമുക്ക് ഈ സിനിമയിൽ അത് കാണിക്കുന്നുണ്ട്. പ്രിൻസ്റ്റണിൽ എത്തിയത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷേ ഐ വിൽ ട്രൈ ടു ബി ബ്രീഫ്. ഞാൻ ISROയിൽ ജോയിൻ ചെയ്തപ്പം എനിക്ക് BTech ഡിഗ്രി മാത്രമേ ഉണ്ടായിരുന്നിട്ടുള്ളൂ. പക്ഷെ അവിടെ പലർക്കും MTech, PhD ഇങ്ങനെയുള്ള. അപ്പോൾ എനിക്ക് തോന്നിയത് അൺലെസ് ഐ ഗെറ്റ് സം ഹയർ ഡിഗ്രി ഇവിടുത്തെ സർവൈവൽ മേ ബി ഡിഫിക്കൽട്ട്. പുറത്ത് പോയി പഠിക്കണം. എനിക്ക് അതിന് മുമ്പ് 65 തന്നെ എനിക്ക് അഡ്മിഷൻ കിട്ടിയിരുന്നു. പ്രിൻസ്റ്റണിലും കാൽടെക്കിലും രണ്ടിലും കിട്ടിയിരുന്നു. രണ്ടിലും പോകാൻ കഴിയാത്ത സിറ്റുവേഷനാണ്. ബിക്കോസ് ഓഫ് മൈ സിക്ക് മദറിനെ പുറത്തയക്കാനുള്ള ആഗ്രഹമില്ല. ഞാൻ ഒരു സണ്ണാണ്. അപ്പോൾ അതെല്ലാം കൊണ്ട് ഞാൻ പോയില്ല. പിന്നെ 1 more year എക്സ്റ്റൻഷൻ തന്നു. അടുത്ത വർഷം പോകാൻ പറ്റിയില്ല. അപ്പം മദറിന് തന്നെ ഭയങ്കര ക്ഷീണം. അവൾ പറയാൻ തുടങ്ങി, എല്ലാവർക്കും മക്കൾക്ക് സഹായിക്കാനായിട്ട് ഇരിക്കും, ഞാനതിനകത്ത് നേരെ ഓപ്പോസിറ്റിലാണല്ലോ എന്നൊക്കെ പറഞ്ഞ്. അപ്പം ഞാൻ തീരുമാനിച്ചു, ഇനി അത് പുറത്ത് പോയി പഠിക്കുന്ന കാര്യമൊന്നുമില്ല, നമുക്ക് ഇവിടെ തന്നെ ശരിയായി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് മദർ മരിച്ചത്. മദർ മരിച്ച് കഴിഞ്ഞിട്ട് ഞാൻ മറ്റേ റിവൈവ് ചെയ്യാൻ പറ്റത്തില്ല. 2 പ്രാവശ്യം കഴിഞ്ഞാൽ പിന്നെ പുതുതായിട്ട് അപ്ലൈ ചെയ്യണം. വേണോ വേണ്ടയോ ഇരിക്കുമ്പോഴാണ് ഇവിടെ ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിൽ എനിക്ക് ഹീറ്റ് പവർ എഞ്ചിനീയറിംഗിൽ ഒരു അഡ്മിഷൻ കിട്ടിയത്. ഹീറ്റ് പവർ എക്സാക്റ്റായിട്ട് റാക്കറ്റ് ബന്ധപ്പെട്ട സബ്ജക്റ്റ് അല്ല, എന്നാലും ഒരു MTech ആണല്ലോ അത് ഇരിക്കട്ടെന്നൊക്കെ പറഞ്ഞ് അവിടെ ജോയിൻ ചെയ്തു. അവിടെ ജോയിൻ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ 7-7:30 ക്ലാസ് തുടങ്ങും, ഒരു 9-9:30 ക്ലാസ് തീരും. പിന്നെ അവിടെ നിന്ന് അടുത്താണ് എഞ്ചിനീയറിംഗ് നമ്മുടെ ഓഫീസ്, സോ അവിടെ വന്നേക്കാം. അപ്പോൾ അങ്ങനെ 2 ചെയ്തുകൊണ്ടിരുന്നപ്പം ഒരാളിനെ അത് സഹിക്കാൻ വയ്യ. അങ്ങേര് ഡോക്ടർ സാറാഭായിനെടുത്ത് അത് കംപ്ലയിൻറ്റ് ചെയ്തു. എങ്ങനെ കംപ്ലയിൻറ്റ് ചെയ്യുന്നു വെച്ചാൽ, നമ്മുടെ ഒരു എഞ്ചിനീയർ ഇവിടെയും ജോലി ചെയ്തുകൊണ്ട് വേറൊരു പരിസരം പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പം സാറാഭായി ആരാണെന്ന് ചോദിച്ചപ്പോൾ ഞാനാണ്. എന്നടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ എൻ്റെ പഠിത്തവും ഇതുമായിട്ട് ബന്ധമില്ല. ഐ സ്പെൻഡ് 2 hours there. പക്ഷേ അതിന് ഇവിടെ 8 മണിക്കൂറല്ല ഞാൻ വർക്ക് ചെയ്യുന്നത്. ഐ വർക്ക് 18 hours or 24 hours എക്സെട്ര. പിന്നെ അങ്ങനെ സംസാരിച്ച് വന്നപ്പം ഡോക്ടർ സാറാഭായ് സാർ, ഇവിടെ ഇനി ഹീറ്റ് പവർ പഠിക്കുന്നതിന് പകരം പുറത്ത് പോയിട്ട് ഇവിടെ കിട്ടാത്ത ഒരു സബ്ജക്റ്റ്, നല്ലൊരു സബ്ജക്റ്റ്, റാക്കറ്റ് ബന്ധമായിട്ടുള്ളൊരു സബ്ജക്റ്റ് കിട്ടുകയാണെങ്കിൽ അത് പഠിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് പൈസ ഇല്ല, ഒന്നുമില്ല, അത് ഐ വിൽ ബാക്ക് യു അപ്പ് എന്നും പറഞ്ഞിട്ട് അങ്ങനെ ഒരു വാക്കിൻ്റെ പുറത്താണ് ഞാൻ പ്രിൻസ്റ്റണിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. ഉടനെ എനിക്ക് പ്രിൻസ്റ്റണിൽ കിട്ടി. അത്രയും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ 2 പ്രാവശ്യം കിട്ടിയത് കൊണ്ട് അത് അടുത്ത് കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ ചരിത്രം അവിടെ പോയി പഠിച്ചു, എല്ലാം തിരിച്ചു. അവിടെ ചെന്ന് ഈ സിനിമയിൽ മാധവൻ സാർ അഭിനയിക്കുമ്പോൾ വളരെ രസകരമായൊരു സീൻ. നമ്മൾ ഇന്ത്യക്കാരുടേതെന്ന് പറയുന്നൊരു സമ്പ്രദായമാണ് ഗുരുകുല സമ്പ്രദായം. പ്രൊഫസർ ക്രോക്കിൻ്റെ വീട്ടിൽ പോയിട്ട് അദ്ദേഹത്തെ സഹായിക്കുന്ന, അദ്ദേഹത്തിന് യൂണിവേഴ്സിറ്റിയിലേക്ക് വരാൻ പറ്റില്ല, അങ്ങനത്തെ കുറേ ഇൻസിഡൻറ്റുകൾ ഉണ്ടല്ലോ. അത് ആ സിനിമയിൽ ഒരുപാട് ഭംഗിയായിട്ട് കാണിച്ചിട്ടുണ്ട്. അത് സാറ് തന്നെ ഒന്ന് അതിൻ്റെ ബാക്കി കഥകൾ പറഞ്ഞാൽ നല്ല രസമായിരിക്കും.
സത്യത്തിൽ എനിക്ക് ആഗ്രഹം പ്രൊഫസർ കൂടെ വർക്ക് ചെയ്യണം എന്നുള്ള ആഗ്രഹം. കാരണം പുള്ളിയുടെ ഒരു സ്റ്റെബിലിറ്റി തിയറം എന്ന് പറയുന്നത് അതൊരു ഓഷനാണ്. പക്ഷേ പുള്ളിക്ക് വയസ്സായി. പുള്ളി അതിനകത്ത് ഹി വാസ് നോട്ട് ഇൻട്രസ്റ്റഡ്. ഒരു സ്റ്റുഡൻസിനെ എടുക്കാനായിട്ടുള്ള വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്യാനാണ് അറിയത്തില്ല. ചോദിച്ചു നോക്കുമ്പോൾ പുള്ളി വാസ് ടഫ്. അങ്ങനെ ഉള്ള ഒരു കണ്ടീഷനിലേക്ക് ഐ ജസ്റ്റ് തോട്ട് ഐ വിൽ ഗോ ക്ലോസ് ടു ഹിം പേഴ്സണലി എന്നും പറഞ്ഞ് ചില കാര്യങ്ങൾ പടത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ. ആൻഡ് അതല്ല കാരണം. സത്യത്തിൽ ഞാൻ പുള്ളിയെടുത്ത് പറഞ്ഞു ആ തിയറി, ദാറ്റ് ഈസ് ഹിസ് തിയറം, അതായത് പുള്ളിയുടെ പേരിലാണ് തിയറം, ക്രോക്കോസ് സ്റ്റെബിലിറ്റി തിയറം. അപ്പോൾ സംസാരിച്ചിരിക്കുന്ന കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ തിയറം പഠിച്ചവർ പലരുണ്ട്, പക്ഷേ അതിൻ്റെ എക്സ്പ്ലനേഷൻ മാത്രമല്ല അതിൻ്റെ ഈസി വേ ഹൗ ഇറ്റ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസിനുള്ളത് വളരെ കുറഞ്ഞ ആളുകളെ പഠിച്ചിട്ടുള്ളൂ. എല്ലാവരും അതിനെ അപ്ലൈ ചെയ്യും, പക്ഷേ they may not know how it came. But then he asked me, have you studied that? I said yes. അങ്ങനെ ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. അതിനകത്ത് എനിക്ക് കുറച്ച് റിപ്ലൈ ചെയ്യാൻ പറ്റി. സോ ഹി വാസ് ഇംപ്രസ്ഡ്. അങ്ങനെയാണ് പുള്ളി സംസാരിച്ചത്. ആ സിനിമയിൽ ഇതുപോലെ പ്രൊഫസർ ക്രോക്കോയുടെ വീട്ടിൽ നിൽക്കാൻ വേണ്ടി മാധവൻ സാറ് ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് എനിക്ക് ഓംലേറ്റ് ഉണ്ടാക്കാൻ പഠിപ്പിച്ചു തരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ശരിക്കും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ? അങ്ങനെ എക്സാക്റ്റായിട്ട് അങ്ങനെ ഇല്ലെങ്കിലും അത് സിനിമാറ്റിക്കായിട്ട് കുറച്ച് ചെയ്തിട്ടുണ്ട്. പുസ്തകത്തിലുള്ള ഒരു തെറ്റ് സാറിൻ്റെ പ്രൊഫസറോട് പറയാണ് പഠിപ്പിക്കുന്നത്. അപ്പം അദ്ദേഹം പറയുന്നു, നിങ്ങൾ അതിനേക്കാൾ വലിയ ആളാണെങ്കിൽ തെളിയിക്കൂ എന്ന് പറഞ്ഞിട്ട് സാറ് തെളിയിച്ചിട്ട് ആ പുസ്തകം എഴുതിയ ആൾ സാറിനൊരു ലെറ്റർ എഴുതുന്നൊരു സീനുണ്ട്. ആ കഥ എന്താണെന്ന് പറഞ്ഞു തരാമോ? അത് വളരെ സിമ്പിളാണ്. ഇറ്റ് വാസ് എ പ്രിൻറ്റിങ് മിസ്റ്റേക്ക് ഞാൻ വിചാരിക്കുന്നു. ദറ്റ് ഈസ് ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്നുള്ളത് എൻ്റെ അർത്ഥത്തിൽ മാറ്റി വന്നു. അപ്പോൾ അത് പല എഡിഷനിലേക്കും അതങ്ങനെ വന്നിട്ട് ആരും നോട്ട് ചെയ്തിട്ടില്ല. 40 എഡിഷൻ എൻ്റെ വന്നിട്ടുണ്ട്. സോ ഐ സെഡ് ഇറ്റ് ഈസ് ആഫ്റ്റർ. അപ്പോൾ ഇത് വന്നിട്ട് ബിഫോർ. അങ്ങനെയുള്ള ഒരു തർക്കം. പുള്ളിക്ക് മറ്റേ ആ പ്രൊഫസറിനെ എനിക്ക് അത്ര വലിയ എനിക്കിഷ്ടമില്ല എന്ന് പറയുന്നതിന് പകരം പുള്ളിക്ക് എന്നെ ഇഷ്ടമില്ല. അപ്പോൾ ആ പുള്ളി എൻ്റെ അടുത്ത് ഒരിക്കൽ ചോദിച്ചു, വിച്ച് കൺട്രി യു ആർ കമ്മിങ് ഫ്രം? ഞാൻ പറഞ്ഞു ഇന്ത്യ. ആൻഡ് ഹി സെഡ് യു വോണ്ട് അണ്ടർസ്റ്റാൻഡ് ദിസ്. അപ്പോൾ അത് എൻ്റെ മനസ്സിൽ ഒരു വലിയ ഒരു വേദന. എനിവേ ഐ വെൻ ദെയർ. അത് കംപ്ലീറ്റ് കണ്ടിന്യൂ ചെയ്തു. ആ സാധനത്തിന് ഞാനിപ്പോൾ ഞാൻ കത്തെഴുതിയപ്പോൾ അങ്ങനെ സമ്മതിച്ചു, ആ പ്രൊഫസർ സമ്മതിച്ചു. അതെടുത്ത് ഇവിടെ വായിച്ചു. പ്രിൻറ്റിങ് മിസ്റ്റേക്കിൽ പെട്ടെന്ന് പറയാൻ കിട്ടത്തില്ല. അതൊരു വലിയ ഇമ്പോർട്ടൻറ്റ് മാറ്ററാണ്. അതിനകത്ത് അങ്ങനെ പറയാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ അത് അതിനകത്ത് പടത്തിൽ കാണിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പുള്ളി എൻ്റെ അടുത്ത് ചോദിക്കും, ഇങ്ങനെ സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തർക്കം വരുമ്പോൾ ഞാൻ ചോദിക്കും, വിച്ച് കൺട്രി യു ആർ കമ്മിങ് ഫ്രം? പുള്ളി പറയും, പുള്ളിയുടെ കൺട്രി പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു, യു വോണ്ട് അണ്ടർസ്റ്റാൻഡ് ദിസ്. അതായത് ഏകദേശം ഒരു 7-8 മാസം കഴിഞ്ഞിട്ട് എനിക്ക് ഐ കുഡ് പേ ബാക്ക് ഇൻ ഹിസ് ഓൺ കോയിൻ വാട്ട് ഹീ ഡിഡ് ടു മീ. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഫ്രണ്ട്സായി, അത് വേറെ കാര്യം. പക്ഷേ ഞാൻ പറയാൻ പറ്റുന്നത്, അന്ന് ഒരു ബുക്ക് നിങ്ങളുടെ അനുഭവത്തിലും കണ്ടു കാണും. വലിയ ഒരു ആധാരം എഴുതിയ ചില ബുക്കുകളിൽ ചില മിസ്റ്റേക്കുകൾ വരാൻ പാടില്ല. പർട്ടിക്കുലർലി ഈ നമ്പർ ഓഫ് എഡിഷൻസ് വരുമ്പോൾ അതങ്ങനെ വരും. പിന്നെ ചിലർ ശ്രദ്ധിക്കാറില്ല. എനിക്ക് തോന്നുന്നത് ശ്രദ്ധിക്കാതെ വന്ന ഒരു മിസ്റ്റേക്കാണ്. അതുപോലെ രസകരമായൊരു സീനായിരുന്നു ഒരു ക്ലബ്ബിൽ വെച്ച് സാക്ഷാൽ നീൽ ആംസ്ട്രോങ്ങിനെ സാറ് പരിചയപ്പെടുന്ന സീൻ. അതൊന്ന് റീകളക്ട് ചെയ്യാമോ നമുക്ക് ലൈഫിൽ? അല്ല, അത് റീകളക്ട് ചെയ്യാനൊന്നുമില്ല. ഫോർ മീ മൈ ജോബ് വാസ് ഓൺലി ടു, for example, if it is Neil Armstrong or whether it is Professor Crocco or whether it is Martin Summerfield, ഇവരൊക്കെ അവിടെ ഇരിക്കുന്ന ലിവിങ് ലെജൻസ് ആണ്. ആക്ച്വലി ഐ കൻ ടെൽ യു മാർക്കസ് ഹൈഡ്മാൻ, റിച്ചർഡ് ബ്രെയിൻ, പിന്നെ അർണോൾഡ് ഫ്രെഡ്കി, സോ മെനി പീപ്പിൾ വേർ. ഇവരൊക്കെ ബുക്സൊക്കെ എഴുതിയിട്ടുണ്ട്. അവരുടെ ആ ബുക്സൊക്കെ വില്യം, അതിൻ്റെ കമ്പഷൻ ബുക്ക് വെരി വെരി ഫേമസ്. ആദർ ഈസ് സംബഡി ലൈക്ക് ഗാഡ്. ഹില്ലർ ബ്രാൻഡ്, ഹീ ഈസ് ഓൾസോ അനദർ ഗാഡ്. ഇങ്ങനെ ഇവരൊക്കെ നമ്മൾ ആ യൂണിവേഴ്സിറ്റിയുടെ ഗ്രേറ്റ്നെസ്, ദാറ്റ് ഈസ് സച്ച് എ ഗ്രേറ്റ് യൂണിവേഴ്സിറ്റി. ഇൻഫാക്ട് ഇൻ ദി എയറോസ്പേസ് ആൻഡ് മെക്കാനിക്കൽ സയൻസസ് യു ഹാവ് 25,000 acres ഓഫ് ലാൻഡ്. 25,000 acres ഓഫ് ലാൻഡ്. ഇവിടെ വെറും 25 acres എഞ്ചിനീയറിംഗ് കോളേജും മെഡിക്കൽ കോളേജും ചേർത്ത് റൺ ചെയ്യുന്നത് നമ്മൾ ഇവിടെ കണ്ടിട്ടുണ്ട്. അത് പോട്ടെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ ഇവരെയൊക്കെ നേരിട്ട് കാണുന്നുണ്ട്. സോ അത് ഒറിജിനലി ഇറ്റ് വാസ് വെരി ത്രിൽ. ഫോർ എക്സാമ്പിൾ മാർട്ടിൻ സമ്മർഫീൽഡ് അങ്ങനെ നടന്നു പോകുമ്പോൾ, ഇതാണ് മാർട്ടിൻ സമ്മർഫീൽഡ് വോയിസ്. ബിക്കോസ് സമ്മർഫീൽഡ് എഫക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സാലിഡ് പ്രൊപ്പൽഷനിലെ ഒരു തിയറി ഉണ്ട്. And joke is part of it that he is the one who ground the basic material ammonium perchlorate with his own hand. അപ്പോൾ അങ്ങനെ
ആ ജോക്കും ഇതും എല്ലാം കണ്ട് അങ്ങനെ പ്രായം കൂടിയ ആളാണ് നടക്കുന്നത്. അപ്പോൾ മാർട്ടിൻ ഇതാണ് മാർട്ടിൻ സമ്മർഫീൽഡ് ഇങ്ങനെ ഒരു പിന്നെ അത് മടുത്തു. എത്ര വലിയ ആളായാലും ആ രീതിയിൽ നമുക്ക് കണ്ടാൽ മതി എന്നുള്ള രീതിയിൽ. സോ ഐ വാസ് നോട്ട് എക്സൈറ്റഡ് ബൈ ലുക്കിംഗ് അറ്റ് എനിബഡി ഹൂ ഈസ് ബിഗ് ഓർ സ്മോൾ. രണ്ട് കാരണം കൊണ്ട്, ഒന്ന് യു ആർ എവറി ഡേ സീയിങ് ബിഗ് ആൻഡ് ബിഗ് പീപ്പിൾ, ദാറ്റ് ഈസ് വൺ തിങ്. സെക്കൻഡ് തിങ് ഈസ് യു ഹാവ് എ ജോബ്, യു ഹാവ് ടു കംപ്ലീറ്റ് ദ ജോബ് ഇൻ ടൈം ആൻഡ് ദെൻ ഗെറ്റ് ഔട്ട് ഓഫ് ദറ്റ് മെസ്, because I don't want to continue there for long. So I want to finish my job. And the finish my job is, it is a thesis masters. You have to finish your thesis and you have to do the crediting of it, subjects. ഈ രണ്ടും കഴിഞ്ഞിട്ട് ക്രെഡിറ്റിംഗ് ഞാൻ മാനേജ് ചെയ്തു. തീസിസ് തീർക്കണമെങ്കിൽ നമ്പർ ഓഫ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യണം, കണ്ടമാനം. അവർ തന്നിട്ടുള്ള ടാർഗറ്റ് തന്നെ കൂടുതലാണ്. ഞാൻ അതിനെയും 50% കൂടുതൽ ടെസ്റ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ സഹായിക്കാനായിട്ട് എനിക്ക് അവിടുത്തെ ടെക്നീഷ്യൻസിൻ്റെ സഹായങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ അത് കഴിഞ്ഞ് ആ ടെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് വന്നപ്പോൾ എന്നിട്ടും ദേ വാണ്ടഡ് മീ ടു ഡു സംതിങ് മോർ. ദാറ്റ് ഈസ് ബിക്കോസ് നോബഡി ഹാസ് കംപ്ലീറ്റഡ് ഇറ്റ് ഇൻ ദാറ്റ് ഷോർട്ട് പീരിയഡ്. സോ അതുകൊണ്ട് ഇതൊക്കെ പാർട്ട് ഓഫ് ലൈഫ്. ഓക്കെ സാർ. ദെൻ അതുപോലെ ആ സിനിമയിൽ കാണിക്കുന്ന ഒരു റഷ്യൻ സഹപാഠിയുണ്ട്. അതുപോലെ ആ സിനിമയിൽ കാണിക്കുന്ന റഷ്യൻ സഹപാഠി അദ്ദേഹം വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് 462 സ്പെസിഫിക് ഇമ്പൾസ് ഉള്ള റഷ്യയുടെ ഒരു ടെക്നോളജിയെ കുറിച്ച് പറയുന്നുണ്ട്. അറ്റ് സം പോയിന്റ് റോക്കറ്റിൽ നമ്മൾ വിചാരിക്കും ഇദ്ദേഹം ആക്ച്വലി സ്റ്റുഡൻ്റ് ആണോ അത് അമേരിക്കയിലെ റഷ്യൻ സ്പൈ ആണോ എന്നൊക്കെ നമുക്ക് ഒരു തോട്ട് വരും. അപ്പം അങ്ങനെ ഒരു സഹപാഠി സാറിന് ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ എങ്ങനെയായിരുന്നു? സയൻറ്റിസ്റ്റ് ആയോ? ഹീ ഈസ് ആക്ച്വലി എ സയൻറ്റിസ്റ്റ്. ഹീ വാസ് കമ്മിങ് അണ്ടർ ദി റഷ്യനും അമേരിക്കൻസും തമ്മിൽ എക്സ്ചേഞ്ച് പ്രോഗ്രാംസ് ഉണ്ട്. ആ എക്സ്ചേഞ്ച് പ്രോഗ്രാമിൽ വന്നിട്ടുള്ള ഒരു സ്റ്റുഡൻ്റാണ്. ഹീ വാസ് ഡൂയിങ് ഹിസ് പോസ്റ്റ് ഗ്രാജുവേഷൻ. ദാറ്റ് മീൻസ് ഹീ ഈസ് ജസ്റ്റ് എ ഗ്രാജുവേറ്റ്. ബട്ട് എനിക്ക് സംശയം ഉണ്ടായിരുന്നു ഇത് ഗ്രാജുവേറ്റ് അല്ല, ഇത് മച്ച് മോർ ദാൻ എ ഗ്രാജുവേറ്റ്. പക്ഷേ ഹീ വാസ് very selective in choosing his friends, and he chose me because I am an Indian. And പൊതുവേ നമ്മൾ തമ്മിൽ റഷ്യൻസും നമ്മൾ തമ്മിൽ വലിയൊരു ബന്ധമുണ്ട്, അൺറിട്ടൺ ലാ. അങ്ങനെ എനിക്കൊരു ഫ്രണ്ടായപ്പോൾ സംസാരിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് അങ്ങേര് ഡിഗ്രി കഴിഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് PhD കഴിഞ്ഞ് പോസ്റ്റ് ഡോക്ടറൽ വർക്കിനെ വളരെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. പിന്നെ എക്സ്ചേഞ്ച് പ്രോഗ്രാമിൽ ഇങ്ങോട്ട് അയച്ചപ്പോൾ ഞാൻ പറഞ്ഞു വൈ ആർ യു ഹിയർ? He just wanted to check how things are going on here. And he was doing that job. ആ പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയുടെ കോഴ്സ് 10 മാസം കൊണ്ട് തീർത്ത് അത് കഴിഞ്ഞ് സാറിന് നാസ ഒരു ഓഫർ വെക്കുന്നുണ്ട്. ആ ഓഫർ വേണ്ടെന്ന് വെച്ചിട്ടാണ് സാറ് തിരിച്ച് ഇസ്രോയിലേക്ക് വരുന്നത്. ആ ഒരു സമയത്ത് സാറിൻ്റെ ഒരു തോട്ട് പ്രോസസ്സും കാര്യങ്ങളും എന്തൊക്കെയായിരുന്നു? നാസ പോലെ അത്രയും വലിയൊരു നാസ ആ സമയത്തിലല്ല, തുടക്കം തന്നെ എനിക്ക് ദേ ഓഫർഡ് മീ നാസ ഫെലോഷിപ്പ്. ഓക്കെ. ആൻഡ് ഓഫ് കോഴ്സ് ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് മൈ പ്രോജക്റ്റ് വർക്കിൻ്റെ റിലേഷൻ. അത് ആ പ്രോജക്റ്റ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഐ വുഡ് കണ്ടിന്യൂ ടു ഗെറ്റ് മൈ നാസ ഫെലോഷിപ്പ്. ബട്ട് ദ തേർഡ് പ്രോസസ് വാസ് വെദർ ടു കണ്ടിന്യൂ ഓർ കട്ട് ഓഫ് ആൻഡ് കം. സോ ഇഫ് യു കട്ട് ഓഫ് നാച്ചുറലി യുവർ നാസ ഫെലോഷിപ്പ് ഈസ് നോട്ട് അവൈലബിൾ. പ്രിൻസ്റ്റണിൽ നിന്ന് നമ്മൾ നേരെ ഫ്രാൻസിലേക്ക് പോവുകയാണ്. അപ്പോൾ ഫ്രാൻസിൽ സാറ് ചെന്നു. IIT-ന്ന് കുറച്ച് സഹപാഠികളുണ്ടായിരുന്നു. നമുക്കൊരു എക്സ്ചേഞ്ച് പോലെ ടെക്നോളജിക്ക് പകരം മാൻ പവർ എന്നൊരു സംഭവം ഉണ്ടായിരുന്നു. ആ ഫ്രാൻസിലെ മൊത്തം സാധനങ്ങൾ സാറ് ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്ത് തരാമോ നമുക്ക്? അല്ല, ഫ്രാൻസിന് മൊത്തം സാധനങ്ങൾ നിങ്ങൾ പറയുകയാണെങ്കിൽ ദാറ്റ് ഈസ് എ കമ്പനി കോൾ SEP. അതിൻ്റെ എക്സ്പാൻഷൻ ഈസ് സൊസൈറ്റി യൂറോപ്പിയൻ ദി പ്രൊപ്പൽഷൻ. ദേ ആർ എ സബ് കമ്പനി അണ്ടർ എയറോസ്പേഷ്യൽ. എയറോസ്പേഷ്യൽ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദി എൻ്റയർ ആറിയാൻ വെഹിക്കിൾ. ആറിയാൻ വെഹിക്കിളിനകത്ത് വരുന്ന ബൈക്കിംഗ് എൻജിൻ ആണ് ഇവരുടെ ഒരു കോൺട്രിബ്യൂഷൻ. No, SEP is responsible for that. നമ്മൾ കോൺട്രാക്റ്റിലേക്ക് ജോയിൻ ചെയ്യുന്നത് ജോയിൻ ഡെവലപ്മെൻറ്റ്, ബിക്കോസ് ദ എൻജിൻ വാസ് നോട്ട് ഡെവലപ്ഡ് അറ്റ് ദാറ്റ് ടൈം. അപ്പോൾ നമ്മളവിടെ വർക്ക് ചെയ്യുന്നു ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദി സോ കാൾഡ് വികാസ് എൻജിൻ. ആ ഡെവലപ്മെൻറ്റിലേക്ക് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു 100 man-years ആണ് നമ്മുടെ ഈക്വേഷൻ. ആ 100 man-yearsലേക്ക് 75 man-years will be at their disposal, 25 man-years will be at my disposal. 25 man-years is nothing. ഒരാൾ ഇപ്പം 25 man-years മീൻസ് 3 വർഷം താമസിക്കുകയാണെങ്കിൽ 7 പേര് തീർന്നു, 21 തീർന്നു. പിന്നെ അവർ പ്രൊപ്പോസ് ചെയ്യുന്ന ആളുകളെല്ലാം വേറെ വേറെ ഫീൽഡായിരിക്കും, നമ്മളെ ബന്ധമില്ലാത്ത ഫീൽഡായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് യൂസ് ഇല്ല. സോ ഇതിൻ്റെ ഒരു ടക്കപ്പാർ അതിനകത്ത് വി ഹാവ് ടു ബി ഇൻ്റലിജൻറ്റ് ഇൻ ഗെറ്റിംഗ് വാട്ട് യു വാണ്ട് ആൻഡ് മേക്കിംഗ് ഷുവർ ദറ്റ് മാക്സിമം ആളുകൾ നമ്മുടെ ഇൻട്രസ്റ്റിംഗ് ഫീൽഡിലേക്ക് അവർ വർക്ക് ചെയ്യിക്കുന്നത് പോലെ നമുക്ക് നോക്കണം. അത് കുറച്ച് പാടായിരുന്നു. പക്ഷേ ആഫ്റ്റർവേഡ്സ് വെൻ വി ബിക്കം വെരി ഫ്രണ്ട്ലി
അതൊക്കെ സാധിക്കുമായിരുന്നു. അങ്ങനെ കുറച്ച് അന്ന് നമ്മളൊരു സ്പേസ് പവർ ആവരുത് എന്ന് ആരൊക്കെയോ ആഗ്രഹിച്ച പോലെ സാറിന് തോന്നിയിട്ടുണ്ടോ? ഷുവറായിട്ടും അതല്ലേ ഇതിൻ്റെ കോൺസ്പിറസിയുടെ ബാക്കിൽ വരുന്നത്. ആരൊക്കെ ചെയ്തു എന്നുള്ളതൊക്കെ ഓബ്വിയസാണ്. അത് നിങ്ങൾ ഇതിനകത്ത് ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈസിയായിട്ട് കണ്ടുപിടിക്കാമെന്നുള്ളതേ ഉള്ളൂ. അതൊരു ഒരു ഒരു പസിൽ പോലെ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. കൺട്രി അമേരിക്ക ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ് in yourself becoming a power, because it is a commercial exploitation. You can become as powerful as themselves and your cost will be low and it will be a direct competition. It is obvious. അവരുടെ ആഗ്രഹം, അത് തെറ്റില്ല. അവർക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടായാൽ നാളെ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഒരു മാൽദീവ്സ് അല്ലെങ്കിൽ ശ്രീലങ്ക അല്ലെങ്കിൽ നേപ്പാൾ എന്തെങ്കിലും ഒരു കൺട്രി, ഈവൻ സം ഗൾഫ് കൺട്രീസ്, അവർ പൈസ ഉണ്ട്, അവർ ചിലവ് ഡെപ്പോസിറ്റ് അവർ ഡെവലപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കും, നമ്മൾ ബിസിനസ്സിലുള്ളപ്പം നമുക്ക് കോമ്പറ്റീറ്ററായിട്ട് ഇവർ വരികയാണെങ്കിൽ നമ്മളെ അത് അഫക്റ്റ് ചെയ്യും. അതുപോലെ അവർക്ക് തോന്നി. അതാണ് അവരുടെ ഇൻ ദെയർ ഇൻട്രസ്റ്റ് ദേ ആർ ഡൂയിങ് ഇറ്റ്. അപ്പോൾ 94 ഇങ്ങനെ ഒരു സംഭവമേ ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ചന്ദ്രയാനും മംഗൾയാനും ഒക്കെ കുറച്ചുകൂടെ നേരത്തെ സംഭവിക്കുമായിരുന്നു സാർ. ചന്ദ്രയാൻ മംഗൾയാൻ അതിന് മുമ്പ് സംഭവിക്കാനുള്ള യാതൊരു ചാൻസും ഇല്ല. ബിക്കോസ് ചന്ദ്രയാൻ മംഗൾയാൻ അപ്പോൾ സംഭവിച്ചത് തന്നെ ഏളിയറാണ്. അതിൻ്റെ കാരണം നമുക്കപ്പോൾ ഒന്നും ചെയ്യാനില്ല. ക്രയോജനിക് ഡിലേഡ് ആയിക്കൊണ്ടിരിക്കുന്നു. ക്രയോജനിക് എന്ന് പറയുന്നത് ഈസ് ആൾസോ എ ലിക്വിഡ് പ്രൊപ്പൽഷൻ. ദ ഓൺലി ഡിഫറൻസ് ഈസ് ഇറ്റ് യൂസസ് ഹൈ എനർജി പ്രൊപ്പലൻറ്റ്, ലിക്വിഡ് ഓക്സിജൻ ആൻഡ് ലിക്വിഡ് ഹൈഡ്രജൻ. ഹൈ എനർജി പ്രൊപ്പലൻസ് ഉപയോഗിച്ച് നിങ്ങൾ ചെയ്യുമ്പോൾ യുവർ എബിലിറ്റി ടു ലിഫ്റ്റ് എ ഹെവിയർ പേലോഡ് ഈസ് പോസിബിൾ. റൈറ്റ് നൗ യു ആർ ഡൂയിങ് ഇറ്റ് ഫോർ 2.5 or 3 tons. Then you can go for 4 tons or more, 4+ tons. അത് ചെയ്യാൻ കഴിയാതിരിക്കുന്ന സമയത്ത് നമ്മൾ ആലോചിക്കുന്നു, കുറച്ച് ഇത് ചുരുക്കി പറഞ്ഞാൽ വേറെ ജോലിയൊന്നുമില്ലല്ലോ, അത് വരണം, അത് വരാനായിട്ട് വെയിറ്റ് ചെയ്യണം. നമ്മൾ വിചാരിച്ച സമയത്തിനകം വരുന്നില്ല. വേറെ എന്തെങ്കിലും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചപ്പോഴാണ് ഈ ചന്ദ്രയാനും മംഗൾയാനും നമ്മുടെ മനസ്സിൽ വരുന്നത്. അപ്പോൾ ചന്ദ്രയാൻ മംഗൾയാൻ ആ ലോ കപ്പാസിറ്റി റോക്കറ്റ്സ് വച്ചിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ശരിയല്ല. യു ഷുഡ് ഹാവ് സം പേലോഡ് ക്യാരിയിങ് കപ്പാബിലിറ്റി വേണം. അത് നമ്മുടെ കയ്യിലില്ല. അങ്ങനെയാണ് വെറും 10-12 kg, അത് ജസ്റ്റ് ഒരു നോമിനൽ, അത് പേലോഡ് പോലും പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു ചെറിയ ഒരു പേലോഡ് വച്ചിട്ടാണ് നമ്മുടെ ചന്ദ്രയാൻ നമ്മൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ ചന്ദ്രയാനിലേക്ക് പേലോഡ് അല്ല ഇമ്പോർട്ടൻറ്റ്, അതുപോലെ മംഗൾയാനിലും പേലോഡ് അല്ല ഇമ്പോർട്ടൻറ്റ്. എന്തുകൊണ്ടാണ് പേലോഡ് ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് പറയുന്നു നിങ്ങൾ ആലോചിക്കണം. ബിക്കോസ് നമുക്ക് അത്രയും ക്യാരിയിങ് കപ്പാസിറ്റി ഇല്ല. അപ്പോൾ വൈ ഷുഡ് വി ഡു ഇറ്റ്? ബിക്കോസ് ബാക്കി ജോലി കിടപ്പുണ്ട്. ഒരു റൂട്ട്, ഏത് റൂട്ടിൽ കൂടി പോകുമ്പോൾ നമ്മൾ ഈ ഇൻ്റർ പ്ലാനറ്ററി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എക്സ്പ്ലോയിറ്റേഷനും അത് പുല്ലിങ്ങും പുഷിങ്ങൊക്കെ ഇന്ന് എങ്ങനെ എസ്കേപ്പ് ചെയ്ത് പോവാം? ബിക്കോസ് യു ഹാവ് ടു ജമ്പ് ഇൻ ടു ദി മാർഷ്യൻ ലൂപ്പ് from the Earth's loop in a particular time when it is close by. ഇത് ഒരു കളിയാണ്, പക്ഷേ ഇതൊരു ജാബാണ്. ഈ ജാബിലാണ് പലതും തോറ്റു പോകുന്നത്. അപ്പം നമ്മൾ വിചാരിച്ചു നമ്മുടെ കയ്യിൽ ഹയർ കപ്പബിലിറ്റി ഇല്ല, അത് കുഴപ്പമില്ല, നമുക്കിത് ചെയ്യാം, ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം എന്ന് ഇറങ്ങിയതാണ് ചന്ദ്രയാൻ ആൻഡ് മംഗൾയാൻ. ചുരുക്കി പറഞ്ഞാൽ അത് സംഭവിച്ചത് തന്നെ ഏളിയറാണ്. ഇനി അതിന് മുമ്പേ അത് സംഭവിക്കാനുള്ള ചാൻസ് ഇല്ല. പക്ഷേ ഹയർ കേപ്പബിലിറ്റിയോടെ കൂടെ പോയിരുന്നാൽ കുറച്ചുകൂടെ മീനിങ് ഫുള്ളായിരിക്കും. പക്ഷേ അതിന് നമ്മുടെ കയ്യിൽ കേപ്പബിലിറ്റി ഇല്ല. സാർ, അപ്പോൾ ഈ ഇന്ത്യൻ സയൻറ്റിസ്റ്റുകൾക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ സയൻസ് മേഖലയിൽ ഫണ്ടിങ് കുറവായിട്ട് സാറിന് തോന്നിയിട്ടുണ്ടോ? പലപ്പോഴും നമ്മളിപ്പോൾ നോക്കുമ്പോൾ വിദേശത്തെ പല ഫേമുകളുടെയും സയൻറ്റിഫിക്കും ടെക്നിക്കലുമായിട്ടുള്ള ഫേമുകളുടെ തലപ്പത്തിരിക്കുന്നത് ഇന്ത്യൻ വംശജനാണ് എന്ന് നമ്മൾ ഭയങ്കര അഭിമാനത്തോടെ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യും. പക്ഷേ അവരിൽ പലരും ഇന്ത്യയിൽ പഠിച്ചിട്ട് ഇവിടെ ഒരു ഫണ്ടിങ്ങിൽ അല്ലെങ്കിൽ ഇവിടെ ഒരു സയൻറ്റിഫിക് ഗ്രോത്ത് ഒരു പൊടിക്ക് കുറവാണെന്ന് തോന്നിയിട്ട് പോയവരാണോ എന്ന് തോന്നാറുണ്ടോ? എക്സാക്റ്റ് എനിക്ക് അതിൻ്റെ റീസൺ പറയാൻ അറിയില്ല, കഴിയില്ല. പക്ഷേ ഗസ് ചെയ്യാം. എല്ലാ ഇൻഡിവിജ്വൽസും അവർ പഠിച്ചിട്ട് പോയി എന്ന് നമ്മളെന്തിനാണ് കംപ്ലൈൻറ്റ് ചെയ്യുന്നത്? ഞാൻ പറയുന്നത്, ഇപ്പം നിങ്ങൾക്ക് സ്വന്തത്തിൽ ഒരു ജോലി ഉണ്ടാകണം, കുറച്ച് പൈസ ഉണ്ടാക്കണം, ജീവിക്കണം എന്ന ആഗ്രഹമല്ലേ? അതെ. അത് ശരിയാ തെറ്റാ എന്ന് പറയാൻ ശരിയാണോ? അല്ല. അതുപോലെ തന്നെ അവർക്ക് പൈസ വേണം എന്നതല്ല, ജീവിക്കാൻ വേണ്ടേ? അപ്പോൾ അതിനു വേണ്ടി അവർ ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ അതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, ഇവിടെ ഈ നാട്ടിൽ നമുക്ക് ചെയ്യാമായിരുന്നു, അവിടെ പോയാൽ കൂടെ പൈസ കിട്ടും, അതിന് കളയണം എന്നൊക്കെ പറയാം. പക്ഷേ എല്ലാവർക്കും അത് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യണം.
പക്ഷെ സാറങ്ങനെ വലിയൊരു ഓഫറിന് പകരം ഇന്ത്യയെ സേവിക്കാൻ തീരുമാനിച്ചൊരു വലിയ അത് പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം. എൻ്റെ മെയിൻ കാരണം അത് തന്നെ. എനിക്ക് എന്താണെന്ന് വെച്ചാൽ അവിടെ ചെയ്യുന്നതിന് പകരം അതേ ജോലി ഇവിടെ ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ കുറച്ചുകൂടെ അഫിലിയേഷൻസും അറ്റാച്ച്മെൻറ്റും എനിക്കുണ്ടായിരുന്നു. സോ അതൊരു ആഗ്രഹമായിരുന്നു അത് ചെയ്ത് നമുക്ക്. ആക്ച്വലി ഐ വാസ് ടെല്ലിങ് ഐ വാണ്ടഡ് ടു മേക്ക് ഇന്ത്യ ആസ് എ സ്പേസ് പവർ. അപ്പോൾ അതിന് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും. ആ എൻവയൺമെൻറ്റ് അങ്ങനെയായിരുന്നു. അപ്പോൾ അതിന് ആഗ്രഹിച്ചു. ഇപ്പോൾ സ്പേസിൽ ഭയങ്കര സ്പേസിന് വേണ്ടിയാണ് ഇപ്പോൾ വാർ നടക്കുന്നത്. ഇപ്പോൾ ഇലോൺ മസ്ക് ആണെങ്കിലും ജെഫ് ബെസോസ് ഒക്കെ ആണെങ്കിലും സ്പേസ് ടൂറിസത്തിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നു. അതുപോലെ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ചൈനയുടെയും റഷ്യയുടെയൊക്കെ വെച്ച് സാർ ഇതിന് മുമ്പ് ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ട് അവർ നമ്മളെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സ്പേസ് വാറിൽ നമ്മുടെ രാഷ്ട്രം ഇപ്പോൾ എവിടെയായിരിക്കും? വി ആർ നോ വേ നിയറർ. അതായത് ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദാറ്റ് കൈൻഡ് ഓഫ് എ വാർ, ഇൻസ്റ്റെഡ് ഓഫ് വാർ, ദാറ്റ് കൈൻഡ് ഓഫ് എ കോമ്പറ്റീഷൻ, then you should have a higher payload carrying capability. അത് നമ്മുടെ കയ്യിൽ ഇല്ല. അതില്ല എന്ന് പറയുമ്പം അത് ക്രയോജനിക്കിൻ്റെ ഹയർ കാപ്പബിലിറ്റി വേണം, ഹൈ എനർജി പ്രൊപ്പല്ലൻറ്റിൻ്റെ ഇത് വേണം. നമ്മൾ ശ്രമിക്കുന്നുണ്ട്, അത് കിട്ടുകയാണെങ്കിൽ. അതർവൈസ് നിങ്ങൾ പറയുന്ന ഈ സ്പേസ് സ്റ്റേഷനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് പാടാണ്. അതൊക്കെ യു ഷുഡ്, നമ്മൾ കുറച്ച് മുമ്പ് സംസാരിച്ചതുപോലെ ടൈം ഫ്രെയിം ആൻഡ് അതിനനുസരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞതുപോലെ യു ഷുഡ് ആൾസോ പ്ലാൻ യുവർ ഇൻ്റർനാഷണൽ ആർ യുവർ മോഡലത്തെ മിഷൻ ടേക്കിംഗ് ഇൻ ടു അക്കൗണ്ട് വാട്ട് യു ഹാവ് ആൻഡ് വാട്ട് യു ആർ ലൈക്ലി ടു ഹാവ് ആൻഡ് ഹൗ യു പ്ലാൻ ടു ഡു ഇറ്റ് ആൻഡ് വെദർ ഇറ്റ് വിൽ കം ത്രൂ ആർ വെദർ യു വിൽ ബി ഡിച്ച്ഡ്. ഇങ്ങനെ കുറേ അൺസർട്ടനിറ്റീസൊക്കെ ഉണ്ട്. ഇതെല്ലാം ചേർന്നിട്ട് പ്ലാൻ ചെയ്തിട്ട്, ആൻഡ് ദാറ്റ് ടു വിത്തിൻ എ ഫൈനാൻഷ്യൽ പവർ, ഫൈനാൻഷ്യൽ അവൈലബിലിറ്റി. സോ ഇറ്റ് ഈസ് നോട്ട് എ സ്മാൾ പ്രോജക്റ്റ്. You know, when we were planning something, for example, the entire PSLV was really 400 crores, and the entire thing was planned for more than 17 to 18, 19 years. ഇത് ഒരു സിനിമ പ്രോജക്റ്റ് പോലെ നമുക്ക് പെട്ടെന്ന് uncertainties will be more. Right. You are engineering graduate or? Yeah, civil engineering. Civil engineering, it doesn't matter. Even if you take a civil engineering, if you take a high-rise building or a national highway or a dam or anything what you are talking about, you will certainly look for various things. It will include your technical feasibility and your total funds available, whether you will have problems in the middle. ഇതെല്ലാം നോക്കണം. നോക്കിയിട്ട് അവസാനമാണ് നിങ്ങൾ തീരുമാനിക്കുന്നത് ഓക്കെ ഇറ്റ് ഈസ് പോസിബിൾ. ബട്ട് അതിനകത്ത് പ്ലാൻഡ് ആയിട്ട് ചില കാര്യങ്ങളുണ്ടാവും, നിങ്ങൾ വിചാരിക്കാത്ത ചില പ്രശ്നങ്ങൾ വരും. അതുപോലെ വരികയാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ സാർ, വൺ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. റോക്കട്രി എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ 50 കോടി ക്ലബിൽ കയറിയിരിക്കുകയാണ്. സാധാരണ നമ്മൾ ഇന്ത്യയിൽ അങ്ങനെ ഒരു സയൻറ്റിഫിക് ടെമ്പർ ഉള്ളവർ അല്ലെങ്കിൽ ഒരു സയൻസ് ഫിക്ഷൻ നമ്മൾ കുറേ കണ്ടിട്ടുണ്ട്, ടൈം ട്രാവൽ ചെയ്യുന്നു അങ്ങനെ ഇങ്ങനെ. അല്ലാതെ ഒരു ഇപ്പം നമ്മൾ ഗ്രാവിറ്റി കണ്ടിട്ട് ഹോളിവുഡ് സിനിമ കണ്ടിട്ട് പറയും സൂപ്പർ എന്ന് പറയും, ഇൻ്റർസ്റ്റെല്ലാർ സൂപ്പർ എന്ന് പറയും. പക്ഷേ ഇതുപോലെ സയൻസുമായി റിലേറ്റ് ചെയ്യുന്ന ഇന്ത്യൻ സിനിമകൾ കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പോൾ ഈ ഒരു സിനിമയുടെ ഈ സൂപ്പർ സക്സസ് നമുക്കിനി ഇങ്ങനത്തെ ഒരുപാട് സയൻറ്റിഫിക് ടെമ്പറുള്ള സിനിമകൾ വരാൻ ഹെൽപ്ഫുൾ ആവുമെന്ന് സാറിന് തോന്നുന്നുണ്ടോ? ഷുവറായിട്ട് വരണം. നമ്മൾ ഈ പടത്തിൽ കാണിച്ചിരിക്കുന്നത് രണ്ടും മിക്സ് ചെയ്താണ് കാണിച്ചിരിക്കുന്നത്. ഹൗ ഐ ഹാവ് സഫേർഡ് in developing a Vikas engine from scratch, from a 600 kg തുടക്കം, പിന്നെ 310, പിന്നെ അങ്ങനെ ആ റൂട്ടിൽ കൂടെ വന്നപ്പോൾ നമുക്ക് എന്തുമാത്രം പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിനകത്ത് ടെക്നോളജിക്കൽ പ്രോബ്ലംസ് മാത്രമല്ല, യു ഹാഡ് സോ മെനി അതർ പ്രോബ്ലംസ്, പൊളിറ്റിക്കൽ, ഇൻ്റർനാഷണൽ പോളിറ്റിക്സ്, ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ദാറ്റ് ഇറ്റ് ഈസ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലേക്ക് നാളെ ഇതുപോലെ ഉണ്ടാകാം. ഇപ്പോൾ നാളെ നിങ്ങൾ യു ആർ പ്ലാനിങ് ഇൻ്റർപ്ലാനറ്ററി ട്രാവൽ, യു സ്റ്റാർട്ട് ടോക്കിംഗ് അബൌട്ട് നമ്മുടെ സിറ്റുവേഷൻ എവിടെയാണ്, ആ സിറ്റുവേഷനിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ ഇതുപോലത്തെ പ്രോബ്ലംസൊക്കെ ഷട്ട് ഡൗൺ ചെയ്യണം. ഓക്കെ സാർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു.